എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞാൻ വീഡിയോ ഇടുന്നതിൽ കുറച്ച് ഗ്യാപ്പൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നാട്ടിൽ പോയിക്കായിരുന്നു, അതുകൊണ്ട് അങ്ങനെ വന്നേട്ടോ. ഇപ്പോൾ ഇതാ നാട്ടിൽ നിന്ന് തിരിച്ചു വന്ന് ക്വാറന്റൈനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കണ്ടിന്യൂസ് വീഡിയോസ് ഉണ്ടായിരിക്കും. പിന്നെ ഇതാ നമ്മുടെ FB പേജും ഇൻസ്റ്റാഗ്രാം പേജും ഞാനിവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ പോകുന്ന സമയത്ത് ഒന്ന് ഫോളോ ചെയ്തിട്ട് പോരെ കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നാളെ നമുക്ക് ന്യൂ ഇയർ അല്ലേ, അപ്പോൾ ഞാൻ അത് റിലേറ്റഡ് ആയിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അതിന് വേണ്ടിയിട്ട് 4 ബോട്ടിൽസ് എടുത്തിട്ടുണ്ട്. നല്ല കുഞ്ഞൻ ബോട്ടിൽസ് കേട്ടോ. ഇതിനൊരു കളർ ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിന് വേണ്ടിയിട്ട് പ്രത്യേകം പെയിൻ്റ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ നോ പെയിൻറ്റ് ബോട്ടിലായിട്ടാണ് ഈ ചെയ്യുന്നത്. ഇനി ഇതാ ഇതിന് വേണ്ടിയിട്ട് ഞാനിതിൽ വൈറ്റ് ഗ്ലൂ എടുക്കുന്നുണ്ട്. നമ്മുടെ ഫെവിക്കോൾ തന്നെ എടുത്താൽ മതി. അത് ഇത്തിരി ഒരു പാൽ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഇത്തിരി വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരു 1/2 സ്പൂൺ അങ്ങനെ വെള്ളം ചേർത്താൽ മതി, ജസ്റ്റ് ഒന്ന് ലൂസാക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ഇത്തിരി ഗ്ലിറ്റർ പൗഡറാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. ഈ ഗ്ലിറ്റർ പൗഡർ ഞാൻ നാട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഈ ഒരു പാക്കറ്റിന് 10 രൂപയാണ്. അപ്പോൾ സിൽവർ കളറാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇനി ഈ ബോട്ടിലിൻ്റെ താഴത്തെ പോർഷൻ്റെ ഗ്ലൂ ഒന്ന് തേച്ച് കൊടുക്കാം. ജസ്റ്റ് ബ്രഷ് കൊണ്ട് ഇതുപോലെ ചെയ്താൽ മതി. ഇനി അതിന് മുകളിലേക്ക് ഗ്ലിറ്റർ പൗഡർ ഇട്ട് കൊടുക്കാം. ഇതേപോലെ തട്ടിയിട്ട് കൊടുത്താൽ മതി കേട്ടോ. അതവിടെ നന്നായിട്ട് ഒട്ടിയിരുന്നോളും. പിന്നെ ഗ്ലിറ്റർ പൗഡർ താഴെ വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് അടിയിലൊരു പാത്രമോ എന്തെങ്കിലും വെച്ചിരുന്നാൽ മതി. പിന്നെ ഈ ഗ്ലിറ്റർ ഞാൻ ഇട്ട് കൊടുക്കുന്നത് കറക്റ്റ് ഒരു ഓർഡറിലൊന്നുമല്ല, അതായത് കറക്റ്റ് ഒരു റൗണ്ട് ഷേപ്പിലൊന്നുമല്ല. അവിടെ ഇവിടെയൊക്കെ കുറച്ച് സ്പ്രെഡ് ആവുന്ന പോലെയൊക്കെ തന്നെയാണ്, അങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇതാ ഒരു ബോട്ടിൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ 4 ബോട്ടിലും ചെയ്തെടുക്കാം. അങ്ങനെ ഇതാ 4 ബോട്ടിലും ഗ്ലിറ്റർ പൗഡറൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് അത്യാവശ്യം നല്ലൊരു ഭംഗിയായിട്ടില്ലേ. അപ്പോൾ ഇനി ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ ഈ ചായപ്പൊടിയുടെയൊക്കെ പാക്കറ്റില്ലേ, അകത്തെ പാക്കറ്റ്, അതാണ് എടുത്തിരിക്കുന്നത്. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് അലുമിനിയം ഫോയിൽ പേപ്പർ എടുക്കാം, അല്ലെങ്കിൽ ബിസ്ക്കറ്റിൻ്റെയൊക്കെ കവർ എടുക്കാം. അതായത് ഈ ഒരു ഫോയിൽ പേപ്പറിൻ്റെ പോലത്തെ കിട്ടുന്ന ഏത് കവർ വേണമെങ്കിലും ഇതിനെടുക്കാം കേട്ടോ. ഇതിന് ഞാൻ കുറച്ച് നമ്മുടെ നമ്പേഴ്സായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 2021 ആണ് എടുത്തിരിക്കുന്നത്. ഈ നമ്പേഴ്സൊക്കെ ഇതേപോലെ തന്നെ ഒന്ന് എഴുതി കൊടുക്കുക പേപ്പറിലോട്ട്, എന്നിട്ട് അതേ ഷേപ്പിൽ ഞാൻ കട്ട് ചെയ്തെടുത്താൽ മതി. നല്ല എളുപ്പമാണ് ചെയ്യാൻ. ഇനി നമുക്ക് ഈ നമ്പേഴ്സ് ഈ ബോട്ടിലോട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഞാൻ ഗ്ലൂ ഗൺ വെച്ചിട്ടാണ് ഒട്ടിക്കുന്നത്, പെട്ടെന്ന് റെഡിയായി കിട്ടുമല്ലോ. വൈറ്റ് ഗ്ലൂ വെച്ചിട്ടാണെങ്കിലും ചെയ്യാം കേട്ടോ. അപ്പോൾ അതാ എല്ലാ ബോട്ടിലും ഒട്ടിച്ചെടുത്തിട്ടുണ്ട് നമ്പേഴ്സ്. അടുത്തതായിട്ട് ബോട്ടിലിൻ്റെ നെക്ക് ചുറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് റോസ് കളർ ഗോൾഡൻ ത്രെഡ് എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചുറ്റി കൊടുക്കാം. ഇപ്പോൾ അതാ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി ഒന്നുകൂടി ഞാൻ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മുത്തൊക്കെ എടുത്തിട്ടുണ്ട്. ഇത് ഈ തയ്ക്കുന്ന സാധനങ്ങളൊക്കെ വാങ്ങിക്കില്ലേ, അപ്പോൾ അങ്ങനെ വാങ്ങിച്ച് എൻ്റെ കയ്യിൽ പഴയതിരിക്കുന്ന കേട്ടോ. പിന്നെ കുറച്ച് പഴയ മാലയുടെ മുത്തൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് അങ്ങ് ഡെക്കറേറ്റ് ചെയ്താൽ മതി. ഇനി ഇതെല്ലാം ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഈ ഡെക്കറേഷനൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ. ഇതാ എല്ലാം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ന്യൂ ഇയറിൻ്റെ നമ്മുടെ ബോട്ടിലായിട്ട് റെഡി ആയിട്ടുണ്ട്. എൻ്റെ കയ്യിൽ ഇരുന്ന കുറച്ച് പഴയ ഫ്ലവേഴ്സൊക്കെയാണ് ഞാൻ ബോട്ടിൽ വെച്ച് കൊടുത്തിരിക്കുന്നത്. നല്ല സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ബോട്ടിലായിട്ടാണിത്. അപ്പോൾ ന്യൂ ഇയർ അല്ലേ, ഒരു സെലിബ്രേഷൻ മൂഡൊക്കെ വരാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ലൈറ്റൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയൊക്കെ വെക്കുമ്പോൾ നല്ല ഭംഗിയാണ്. നല്ലൊരു ഹോം ഡെക്കറായിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഇത്. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ്ഡ് ഹാപ്പി ന്യൂ ഇയർ വിഷസ്. അപ്പോൾ നമ്മുടെ ചാനൽ ഇത്രയും നാൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടിരുന്ന പോലെ തന്നെ ഇനിയും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരാം കേട്ടോ ചാനൽ. അപ്പോൾ നമ്മുടെ ചാനലിൽ കുറേ നല്ല വീഡിയോസ് കിട്ടുന്നുണ്ട്, ഒന്ന് പോയി കാണണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ കൂടെ ബെല്ലടിക്കാൻ മറക്കരുത്, ഓൾ ഓപ്ഷൻ കൊടുത്തേക്കണം. പിന്നെന്താ, ലൈക്കും കമൻറ്റും ഒക്കെ തന്നേക്കണം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് വീണ്ടും അടുത്ത വർഷം അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു. ഹാപ്പി ന്യൂ ഇയർ. ലവ് യു ഓൾ.